പുതിയതായിട്ട് വരുന്ന എനിക്ക് ആളുകളോട് ഇപ്പോഴും പറയാനുള്ളത്, അതിൽ 100% ആ വീഡിയോ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ട് അവസാനം കുടുങ്ങിപ്പോയി എനിക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞ് കരയാൻ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന ഹൗസ് ഡ്രൈവർമാരും അതുപോലെ തന്നെ ഹെൽപ്പർമാരും സെയിൽസ്മാനൊക്കെ ആയിട്ട് ജോലിക്ക് വരുന്നവർക്ക് എന്ത് ശമ്പളം കിട്ടും, ഇവർക്കിവിടെ എന്ത് ചിലവ് വരുന്നതിനെ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കമൻറ്റ്. ആ കമൻറ്റിൽ എന്നോട് ചോദിച്ചിരിക്കുന്നത്, നീ ആരാണ്? അറബ് രാജ്യത്തെ രാജാവാണോ? നിൻ്റെ കീഴിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു വിഷയം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാനും ഇവിടെ ഒരു 6-7 വർഷത്തോളമായി സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നിർത്തിപ്പോയി തിരിച്ചു വന്നെങ്കിലും ഒരു 7 വർഷത്തോളമായിട്ട് ഞാനിപ്പോഴും സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ നമുക്കറിയാം, നമ്മളിവിടെ 100 കണക്കിന് പ്രവാസികൾ, അതായത് മലയാളികളും ഹിന്ദിക്കാരും നേപ്പാളികളും ആയിട്ട് ഒരുപാട് പേര് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പലരുടെയും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ അടുത്തറിഞ്ഞിട്ടുള്ളവരാണ്. ഒരു കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് വന്ന് ഉദ്ദേശിച്ച ഒരു പണം നമുക്ക് കണ്ടെത്താൻ കഴിയാതെ, വീട്ടിലേക്ക് കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അനേകായിരം പ്രവാസികളുണ്ട് നമ്മുടെ ഈ സൗദി അറേബ്യയിലുണ്ട്. ഒരു സാലറിക്ക് വന്ന് ഇവിടുത്തെ ചിലവ് താങ്ങാൻ പറ്റാതെ, അതുപോലെ തന്നെ പറഞ്ഞ ശമ്പളം കിട്ടാതെയൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു സഹായം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവരടുത്ത് ഇവിടെയുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക, ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവരുടെ മുന്നിലൊന്ന് അറിയിച്ചു കൊടുക്കുക. അങ്ങനെ അതുമൂലം അവർക്ക് അവിടെ നിന്ന് അതിന് ബെറ്റർ സാലറി ഉള്ള ജോബിന് വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് അവർക്ക്. സോ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമുക്ക് അവർക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക. നമുക്കൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, സഹായിക്കാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 പേർക്ക് ജോലി കൊടുക്കണം എന്നില്ല. അവരെ ഏത് വഴിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിന് എൻ്റെ മറുപടി ഇതാണ്: ഞാൻ അവരെ ഒരു തരത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് അവർക്ക് 10 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ കഴിയുന്നത്, ഇവിടെ വന്നിട്ട് സാലറി കുറവിന് വന്നിട്ട് ഇവിടെ വന്ന് കുടുങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച എല്ലാവരും സമ്പാദിക്കാനാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ പൈസ കിട്ടുന്നത് മുഴുവൻ ഇവിടെ ചിലവഴിക്കാനല്ല വരുന്നത്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ ഒരു തരത്തിൽ സഹായിക്കുക. നമ്മൾ ഇവിടുത്തെ വിഷയങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം അവർക്കൊരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മളതിൽ 100% ആ വീഡിയോ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ്. ആ വീഡിയോയ്ക്ക് താഴെ ഈ പറഞ്ഞ വ്യക്തി കമൻറ്റ് ചെയ്ത പോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കൂടിയാണത്. അത് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കാണുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നാളെ നമ്മുടെ അനിയന്മാരോ ആരെങ്കിലും ഇതുപോലെ ശമ്പളം കുറവിന് വന്നിട്ട് ഇവിടെ വന്ന് കുടുങ്ങിപ്പോകരുത്. കിട്ടുന്ന പൈസ മുഴുവൻ ഇവിടെ തന്നെ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് കുടുങ്ങിപ്പോയി, ഞാനിവിടെ വന്ന് പെട്ടുപോയി, എനിക്ക് ശമ്പളമില്ല, കിട്ടുന്ന പൈസ മുഴുവൻ ഇവിടെ ചിലവാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ബെറ്ററാണ് നല്ല ബെറ്റർ സാലറിയിൽ വരിക. അതിനുശേഷം ഇവിടെ നമ്മൾ എത്ര ചിലവാക്കുന്നതിന് അതിനനുസരിച്ച് ചിലവാക്കുക. മാക്സിമം പൈസ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, ഇവിടെ ആ വ്യക്തിക്ക് ഇവിടെ 700-800 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ആ വ്യക്തി ഏകദേശം ഒരു 35 വർഷത്തോളമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ആ വ്യക്തിക്ക് 700-800 രൂപ ചിലവ് വരുന്നുണ്ടെന്ന്. അതിലെനിക്ക് പറയാനുള്ളത്, പുതിയ ആളും പഴയ ആളുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഴയ ആളുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, അവർക്ക് ഇവിടുത്തെ പൈസയെക്കുറിച്ച് അറിയാം. അപ്പോൾ അവർ ഒരുപാട് ചിലവാക്കും. പുതിയ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവർ ഓരോ റിയാൽ ചിലവാക്കുമ്പോഴും ഇവിടുത്തെ പൈസയും അവിടുത്തെ നമ്മുടെ നാട്ടിലെ പൈസയും കൂടി കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ചിലവാക്കുക. നമ്മളിപ്പോൾ പഴയ ആൾ, ഇപ്പം ഞാൻ ചിലവാക്കുന്നതിനനുസരിച്ചാവില്ല പുതിയൊരാൾ ചിലവാക്കുന്നത്. പുതിയൊരാൾ വന്നിട്ട് പൈസ ചിലവഴിക്കുമ്പോൾ അവർ എവിടെ പോകുമ്പോഴും അത് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ചിലവാക്കുക. നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ടും നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളതുകൊണ്ട് നമ്മൾ ലാവിഷായിട്ട് കുറച്ചുകൂടി ചിലവാക്കും. സോ പുതിയതായിട്ട് വരുന്ന എനിക്ക് ആളുകളോട് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങൾക്കൊരു 500-550 രൂപ എന്തായാലും ഇവിടെ ചിലവ് വരും. അതിനനുസരിച്ച് മാത്രം ശമ്പളമുള്ള ഒരു ജോലി തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് അവസാനം കുടുങ്ങിപ്പോയി എനിക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞ് കരയാനുള്ളൊരു ഇട വരരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സോ
നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ. Thank you.